ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 124 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. എത്ര മനോഹരമായ വചനമാണ്. എന്റെ സഹോദരങ്ങളെ, എപ്പോഴും ഏത് നേരത്തും നമുക്ക് ആശ്രയിക്കുവാൻ ഒരു നാമമുണ്ട്. ആ നാമം കർത്താവായ യേശുവിന്റെ നാമം മാത്രമാണ്. ഏത് സാഹചര്യങ്ങളിലും നമ്മെ താങ്ങുവാനും നമ്മെ നടത്തുവാനും പരിപാലിക്കുവാനും മതിയായ നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് ആ നാമത്തിലൂടെ ലഭ്യമാകുന്ന വീണ്ടെടുപ്പിന്റെയും നിത്യമായ രക്ഷയുടെയും അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ നിരവധിയായ ഭാരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികള്, സാമ്പത്തികമായ പ്രതിബന്ധങ്ങള്, മക്കളെ കുറിച്ചുള്ള ആകുലതകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന ചില ദുരിതങ്ങള്, തകർച്ചകള്, കലഹങ്ങൾ, അസ്വസ്ഥതകൾ, എന്തുമാവട്ടെ, നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് അതെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ അല്പസമയം പാടി ആരാധിക്കാൻ പോവാണ്. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ മഹത്വം നമ്മുടെ മധ്യ ഇറങ്ങുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ പ്രതിബന്ധങ്ങളിലേക്ക് കർത്താവിന്റെ കരം വെളിപ്പെടുന്ന സമയം. അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നമ്മൾ നിലവിളിക്കുമ്പോൾ കേൾക്കാനാവാത്ത വിധം നമ്മുടെ കർത്താവിന്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. പൂർണ്ണമായും യേശു നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവവചനമായി ഞങ്ങളുടെ മധ്യേ വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആത്മാവേ പ്രവർത്തിക്കണമേ. ആത്മാവേ സംസാരിക്കണമേ. ആത്മാവേ വ്യാപരിക്കണമേ. ആത്മാവേ ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ പാടി സ്തുതിക്കുകയാണ്. അടഞ്ഞ വഴികൾ, അടഞ്ഞുപോയ ചില വാതിലുകൾ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കുന്ന സമയമാണ്. പ്രതിസന്ധികളിലേക്ക് നോക്കി ഭയപ്പെടാതെ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നാമത്തെ മുറുകെ പിടിച്ച് ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു മനസ്സോടെ പാടുന്നു. ഹല്ലേലൂയ. We worship Lord. We worship Lord. ആമേൻ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. വെളിപാട് 3:8 ഈ വചനമാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത്. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ.
പാടികേ. തുറന്നിടുമേ, വിശ്വസിച്ച് പാടികേ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിതൻ വാതിൽ, അടച്ചിടുമേ. കർത്താവേ, ഞങ്ങൾക്കായി പുതുവഴികൾ തുറക്കണമേ, പുതുവാതിലുകളെ തുറക്കണമേ. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. പവർ ഹല്ലേലൂയ. നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു നാമ ശക്തി, യേശു വചന ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, മാനസാന്തരങ്ങൾ, അനുതാപം ഉണ്ടാകട്ടെ, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, ദേശങ്ങൾ ഉണരട്ടെ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇരു കരങ്ങളും ഉയർത്തി സംഘ തുറന്ന് അതരം തുറന്ന് വിളിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അത്ഭുതങ്ങൾ അടയാളങ്ങളെ വെളിപ്പെടുത്തണമേ, രോഗശാന്തികൾ വെളിവാക്കണമേ, അത്ഭുത വഴികൾ തുറക്കണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനമയച്ച്, വചനമയച്ച് അടഞ്ഞ വഴികളെ തുറന്ന് പുതുവഴികളെ തുറക്കണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾ ആത്മാവിൽ പ്രകാശിപ്പിക്കണമേ. വചനത്തിന്റെ പൊരുളുകൾ ഗ്രഹിക്കുവാനുള്ള ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. എന്തുമാത്രം നന്മകളാണ് ദിനംതോറും നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തും നമ്മോടുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത വിശ്വസ്തതയോർത്തും നമുക്ക് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുക. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ പ്രശ്ന സങ്കീർണമായ ഒരു കാലയളവാണ്. നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ അധികം വക കാണുന്നില്ല. വളരെ കലുഷിതമായ ഒരു സമയത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ വളരെ അസമാധാനത്തിലും പലവിധ പ്രതിസന്ധികളിലൂടെ ഇന്ന് കടന്നു പോകുന്നു. പലയിടങ്ങളിലും യുദ്ധഭീഷണികൾ, യുദ്ധങ്ങൾ മൂലമുണ്ടായ കെടുതികൾ, യുദ്ധത്തിനുള്ള കോപ്പുകളെല്ലാം ഇന്ന് കൂട്ടിവരുന്നത് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങളും
കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കവും സുനാമിയും പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് നമുക്കിന്ന് കാണാം. ഉഗ്രമായ മതപീഡനത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും പാപമ്ലേച്ഛതകൾ അതിപ്രസരവും എല്ലാം നമ്മൾ ഇന്ന് ഒത്തിരിയേറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, പ്രത്യാശയ്ക്ക് അധികം വകയില്ലാത്ത ചില സംഭവങ്ങൾ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ തിരിച്ചറിയണം. സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള അനേക സംഭവ വികാസങ്ങൾ ഈ നാളുകളിൽ അരങ്ങേറുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ, ദേശാന്തരങ്ങളിൽ, അനേകം ഇടങ്ങളിൽ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവൃത്തികളും ശൈലികളും ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലം. ഇപ്രകാരമുള്ളൊരു സമയത്ത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ച നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസകരമായ കാര്യമാണ്. ദൈവനിഷേധവും ദൈവദൂഷണവും പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ സത്യവിശ്വാസം മുറുകെ പിടിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച നാമത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, പലപ്പോഴും അവഗണനകളും മാനസികമായ മുറിപ്പാടുകളെല്ലാം ഒത്തിരിയേറെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വചനം. നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തു തന്നെ, എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസ്തദാസിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പെർഗമുസിലെ സഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. അപ്പോസ്തല യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാനെ, നീ 7 സഭകളിലെ ദൂതന്മാരോട് പറയുക. ആ 7 സ്ഥലസഭകളിൽ 3-ാമത്തെ സഭയാണ് പെർഗമുസിലെ സഭ. ആ സഭയ്ക്കുള്ള മെസ്സേജാണ് നമ്മൾ ഈ വചനത്തിൽ കണ്ടത്. ഇന്ന് നമ്മോടാണ് കർത്താവ് ഈ വചനം സംസാരിക്കുന്നത്. നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. നമ്മുടെ വാസവും നമ്മുടെ ജീവിതവും നമ്മുടെ ഇടപെടലുകളെല്ലാം കൃത്യമായി അറിയുന്നവനും കാണുന്നവനുമാണ് നമ്മുടെ കർത്താവ്. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കുന്നത്. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിൽ പാപമ്ലേച്ഛതകൾ തിങ്ങി നിറഞ്ഞ, അസ്വസ്ഥതകളും അസമാധാനവും നിറഞ്ഞു നിന്ന ആ കലുഷിതമായ സാഹചര്യത്തിൽ പോലും നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ! ഇത് നമുക്കുള്ള മെസ്സേജാണ്. നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ച വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ആത്മാവ് എന്താ പറയുന്നത്? നീ എന്റെ നാമം മുറുകെ പിടിച്ചു. സഹോദരങ്ങളെ, ഇന്ന് എവിടെയും കർത്താവിനെ നിഷേധിക്കുന്ന, കർത്താവായ യേശുവിനെ മാറ്റി നിർത്തുന്ന ഒരു വലിയ പ്രവണത ലോകമാസകലം നമുക്കിന്ന് കാണുവാൻ കഴിയും. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് ക്രൈസ്തവ വിരുദ്ധത ലോക രാജ്യങ്ങളിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും മൾട്ടി കൾച്ചർ എന്നുള്ള ആ ഓമന പേര് പറഞ്ഞ നല്ല സെക്കുലർ പേരാണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും രസവും തോന്നുന്ന പേര്. നമുക്ക് മൾട്ടി കൾച്ചർ കൊണ്ടുവരണം. അത് നമ്മുടെ പുരോഗതിക്കും ഉന്നമനത്തിനും ആവശ്യമാണ്. എന്റെ സഹോദരങ്ങളെ, ഈ മൾട്ടി കൾച്ചർ എന്ന് പറഞ്ഞ് അതോട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കുക, ക്രിസ്ത്യൻ ഫെയ്ത്തിനെ ഇല്ലാതാക്കുക. ഇന്ന് പലപ്പോഴും അനേകം ഇടങ്ങളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ
കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തെ ഉയർത്തുക, ആ നാമത്തിൽ ആശ്രയിക്കുക, ആ നാമത്തിന് സാക്ഷ്യം നൽകുക, ആ നാമത്തെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി റിസ്ക് ഉള്ളൊരു കാര്യമാണ്. പ്രശ്നങ്ങൾ നമ്മെ തേടി വരുന്നൊരു സമയമാണ്. പക്ഷെ നമ്മൾ അസ്വസ്ഥരാകേണ്ട. വിളിച്ച കർത്താവ് വിശ്വസ്തനാണെന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഇവിടെ പെർഗമുസിലെ സഭയോട് കർത്താവ് പറഞ്ഞു, സാത്താന്റെ സിംഹാസനം വസിക്കുന്നിടത്താണ് നീ വസിക്കുന്നത്, എങ്കിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചു. കർത്താവിന്റെ ഹൃദയത്തിൽ എന്തുമാത്രം ആനന്ദം വരുന്നൊരു കാര്യമാണ്. ലോകം കർത്താവിന്റെ നാമത്തെ ദുഷിക്കുമ്പോൾ, ഈ കാലഘട്ടം കർത്താവായ യേശുവിന്റെ നാമത്തെ തള്ളിക്കളയുമ്പോൾ, റിജക്ട് ചെയ്യുമ്പോൾ, അവഗണിക്കുമ്പോൾ, നമ്മൾ വിശ്വസ്തയോടെ സമർപ്പണ ബോധത്തോടെ ആ നാമത്തെ പിൻപറ്റുകയും, ആ നാമത്തെ ആശ്ലേഷിക്കുകയും, ആ നാമത്തിൽ ആശ്രയിക്കുകയും, ആ നാമത്തെ മുറുകെ പിടിക്കുകയും, ആ നാമത്തെ പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം നമ്മുടെ കർത്താവിന്റെ ഹൃദയം ആനന്ദിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് ആ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട്? കർത്താവിന്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ മനസ്സിന് സന്തോഷിക്കുകയാണ്. ആരെ പ്രതി? ഏത് സാഹചര്യത്തിലും ആ നാമത്തെ മുറുകെ പിടിക്കുന്നവരെ, ആ നാമത്തെ സ്നേഹിക്കുന്നവരെ, ആ നാമത്തെ ആശ്ലേഷിക്കുന്നവരെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നു. വെളിപാട് പുസ്തകം 3:8 ഫിലദൽഫിയ സഭയോട് ഇതേ മെസ്സേജ് കർത്താവ് പറയുന്നുണ്ട്. നിന്റെ ശക്തി പരിമിതമാണ്, നിന്റെ ശക്തി പരിമിതമാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, എങ്കിലും നീ എന്റെ വചനം കാത്തു. ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിക്കണമേ. നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു, നീ എന്റെ നാമത്തിന് സാക്ഷ്യം നൽകി, നീ എന്റെ നാമത്തെ പ്രഘോഷിച്ചു. സഹോദരങ്ങളെ, ഇതല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? ഏത് പ്രതികൂല സാഹചര്യമാവട്ടെ, ആ സാഹചര്യത്തിലും കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാനും, ആ നാമത്തെ ഉയർത്തുവാനും പ്രഘോഷിക്കുവാനും ഉള്ള ഒരു കമ്മിറ്റ്മെന്റ്, സമർപ്പണ ബോധം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഉണ്ടാകണമെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ആത്മാവ് അറിയിക്കുകയാണ്, നീ എന്റെ നാമം നിഷേധിച്ചില്ല, നീ എന്റെ നാമം നിഷേധിച്ചില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി സങ്കടം വരുന്നത് പോലെ, സഹോദരങ്ങളെ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടി, എല്ലാവരും പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് അത് ഉയരാൻ വേണ്ടി, എല്ലാവരുടെയും മുൻപിൽ എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചു പറ്റാൻ വേണ്ടി പലപ്പോഴും ഇന്ന് കർത്താവിന്റെ നാമത്തെ തള്ളിക്കളയുന്ന, കർത്താവിന്റെ നാമത്തിന് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ട, അതിന് അവസരം ലഭിച്ച പലരും ആ നാമത്തെ വേണ്ട വിധം പ്രഘോഷിക്കുകയോ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യാതെ പിന്മാറിപ്പോകുന്ന, ആ നാമത്തെ തള്ളിക്കളയുന്ന, പലപ്പോഴും അതിനെ പുച്ഛിക്കുന്ന ചില അവസ്ഥകൾ കാണുമ്പോൾ ഹൃദയം ഒരുപാട് വേദനിക്കാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്താണ് ഈ കാലഘട്ടം? എഫെസസ്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, എങ്ങും അന്ധകാരത്തിന്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയുന്നു. സഭയിൽ വലിയൊരു മിസ്റ്റേക്കാണ് ബാസുല റീഡൻ. ഒരിക്കൽ കർത്താവ് അവളോട് പറഞ്ഞു, ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി എന്റെ ദൂതന്മാരെ, മാലാഖമാരെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ആ ദൗത്യ നിർവഹണത്തിന് ശേഷം മാലാഖമാർ തിരിച്ച് സ്വർഗത്തിലേക്ക് പോരുന്ന സമയത്ത് അവർക്ക് വഴി തെറ്റുമാറ് അന്ധകാരത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ പിശാച് പുതപ്പിച്ചിരിക്കുകയാണ്, ആവരണം ചെയ്തിരിക്കുക. അത്രമാത്രം അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ദുഷിപ്പുകളും വക്രതകളും ഭിന്നതയും വിഭാഗീയതയും മത്സര്യവും
സ്നേഹരാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 കാലഘട്ടം. സഹോദരങ്ങളെ, ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തില് കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആണെന്ന് നമ്മൾ ആരും കരുതരുത്. അവിടെ വില കൊടുക്കലുണ്ട്, അവിടെ ത്യാഗമുണ്ട്, അവിടെ സഹനമുണ്ട്, നഷ്ടപ്പെടലുകളുണ്ട്, കളിയാക്കലുകളുണ്ട്, മുറിയപ്പെടലുകളുണ്ട്, ചതഞ്ഞരക്കിയപ്പെടുന്ന അവസ്ഥകളുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനെല്ലാം വലിയ റിവാർഡ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശുവിനെ പ്രതി, അവന്റെ വചനത്തെ പ്രതി നമുക്കുണ്ടാകുന്ന ഓരോ നഷ്ടപ്പെടലും വലിയ ലാഭമാണെന്ന് തിരിച്ചറിയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം. സഹോദരങ്ങളെ, പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം വചനത്തില്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമാണത്. അവിടെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കും. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തോട് പറയാം, നിങ്ങൾ ജാഗ്രത പാലിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. രണ്ടാമത് എന്താ പറയുന്നത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്താണ് അർത്ഥം? കർത്താവിന്റെ മുറുകെ പിടിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥൻ യേശുവാണ്, യേശു ക്രിസ്തുവാണ്. അവനാണ് ഈ വിശ്വാസത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നവൻ. നമ്മുടെ കർത്താവായ യേശുവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഹീറോ, നാഥനും നായകനും. അപ്പൊ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവിന്റെ നാമത്തെ എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, ആശ്രയിക്കണം. ആ നാമത്തിന് സാക്ഷ്യം വഹിക്കണം. ലോകമാം നാമത്തെ തള്ളിക്കളയുമ്പോൾ, ലോകമാം നാമത്തെ ചവിട്ടി തേക്കുമ്പോൾ, ആ നാമത്തെ ഉയർത്തുവാനും, ആ നാമത്തെ ധീരതയോടെ പ്രഘോഷിക്കുവാനും, ആ നാമത്തെ ആശ്രയിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും എന്നുള്ള സത്യം മറന്ന് നമ്മൾ ഈ നാളുകളിൽ ജീവിക്കരുതെന്ന് ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, 2 തിമോത്തി 1-ാം അധ്യായം 8-ാം വചനത്തിൽ, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. കർത്താവിനെ ഏറ്റുപറയുവാൻ, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, ഏത് സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ആ നാമം മുറുകെ പിടിക്കണം. വിട്ടുകളയരുത്. ലോകത്തെയല്ല മുറുകെ പിടിക്കേണ്ടത്. ലോകം തരുന്ന സാധ്യതകളെല്ലാം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമുക്കൊരൊറ്റ സാധ്യതയുള്ളൂ, നമുക്ക് ഏക സാധ്യതയുള്ളൂ. ആ സാധ്യതയുടെ പേരാണ് ദൈവമായ കർത്താവ്. കർത്താവായ യേശുവാണ് നമ്മുടെ സാധ്യത. നമ്മുടെ സാധ്യത ദൈവത്തിലാണ്. ദൈവം മാത്രമാണ് നമ്മുടെ സാധ്യത എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. സഹോദരങ്ങളെ, വചനം നീ സാക്ഷ്യം നൽകുന്നത് ലജ്ജിക്കരുത്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, രണ്ടാമത്തെ മരണം എന്താണ്? നിത്യനരകത്തിൽ ആരാണ് നിബന്ധിക്കുന്നത്? ഞാൻ ആ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആത്മാവ്, ഭീരുക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർ അഗ്നി തടാകത്തിലും 2-ാം മരണത്തിലും അവർ വിധേയരാകും. ആരാണ് ഭീരുക്കൾ? എന്താണ് ഈ ഭീരുത്വം? പട്ടിയെ കാണുമ്പോൾ ഒരു പേടിയാണോ? ചിലർക്കിടെ പാറ്റ, ചെറിയ ചെറിയ പുഴുക്കള്, പ്രാണികളെ കാണുമ്പോൾ ഉള്ള ഒരു ഭയമാണോ? ശക്തമായ ഇടിവെട്ടും ഇടിമിന്നലും കാണുമ്പോൾ ഒരു ഭയമാണോ? പാമ്പിനെ കാണുമ്പോഴുള്ള ഭയമാണ്? അതൊക്കെ സ്വാഭാവിക ഭയങ്ങളാണ്. ഇവിടെ ഭീരുത്വം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും, ആ നാമത്തിന് സാക്ഷ്യം നൽകുവാൻ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും പ്രഘോഷിക്കുവാനും നമുക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? എന്റെ കൂടെ നിൽക്കുന്നവര്, എന്റെ ഫ്രണ്ട്സ്, എന്റെ ബന്ധുമിത്രങ്ങള്, എന്റെ പരിചയക്കാര്, എന്റെ അധികാരികള്, എന്റെ ഉപകാരികള്, ഈ പൊതുസമൂഹം, എന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ഭയപ്പെട്ട്, മനുഷ്യരോടുള്ള ഭയം നിമിത്തം കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കേണ്ട ഞാനും നിങ്ങൾ ആ നാമത്തെ വിട്ടുകളയുമ്പോൾ ഭീരുത്വം, അത് ഭീരുത്വമാണെന്ന്
തിരുവചനം പഠിപ്പിക്കുക, അവരാണ് ഭീരുക്കൾ. കർത്താവ് പറയാ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ വചനം കേൾക്കണം. ഭീരുക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവരുടെ വാസസ്ഥലം അഗ്നി തടാകമാണ്, അത് നിത്യ നരകമാണ്. സഹോദരങ്ങളെ, അത്ര സില്ലിയായി നിസ്സാരമായി നമ്മൾ ഇതിനെ കാണരുത്. കർത്താവിന് സാക്ഷ്യം നൽകുവാൻ അവസരം കിട്ടിയിട്ടും, ആ നാമത്തെ മുറുകെ പിടിക്കുവാനും ആ നാമത്തെ പ്രഘോഷിക്കുവാനും സാധ്യതകൾ സ്വർഗം തന്നിട്ടും, ഞാനും നിങ്ങൾ മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യ പ്രീതിക്ക് വേണ്ടി ആ നാമത്തെ വിട്ടുകളയുമ്പോൾ നമ്മൾ അറിയാതെ പോകരുത്. അത് വലിയ അപകടമാണെന്ന് പരിശുദ്ധ വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അവർ അഗ്നി തടാകത്തിന് അർഹരായി തീരുമെന്ന് പരിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് ആത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ഈ തലമുറയിൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ എപ്പോഴും എവിടെയും കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ആ നാമത്തിന് സാക്ഷ്യം നൽകി ആ നാമത്തെ ഉയർത്തുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ കൊച്ചു ജീവിതത്തെ നമ്മുടെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സകലത്തിന്റെയും അതിനാഥനും അതിന്റെ എല്ലാം ഏക കർത്താവും ഈശോ മാത്രമാണെന്നുള്ള സത്യം മനസ്സിലാക്കി നമുക്ക് താഴ്മയോടെ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.